ഹായ് ജെയ്സിം വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഫുഡ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വയനാടിൻ്റെ ഒരു സ്പെഷ്യൽ പലഹാരമായിട്ടുള്ള ചൊറപ്പത്തിരിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര തിന്നു കഴിഞ്ഞാലൊരു മതി വരാത്തൊരു പലഹാരമാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കീമ വേണം, അതുപോലെ തന്നെ കുറച്ച് മാവ് വേണം. അപ്പോൾ കീമക്ക് നമുക്ക് ബീഫ് കൊണ്ടുള്ളൊരു കീമയാണ്. അതിന് നമുക്ക് വേണ്ടിയിട്ട് വലിയുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല, പിന്നെ ബീഫാണെങ്കിൽ ബീഫ് പറ്റാത്ത ആളുകൾക്ക് ചിക്കൻ യൂസ് ചെയ്യുക, ബീഫാണ് ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കീമ ഉണ്ടാക്കണം. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവ് എന്ന് പറഞ്ഞാൽ പുഴുങ്ങലരി കുതിർത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും കുറച്ച് ചെറിയ ജീരകവും, ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവിന് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അരച്ചെടുത്തിട്ട് നമ്മളിതാ ഈ ഒരു രൂപത്തിലാണ് അതിൻ്റെ മാവ് ഉണ്ടാവുക. എന്നിട്ട് ഈ ഒരു മാവ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ആവിയിൽ വേവിച്ചെടുക്കുകയാണ് എന്നുള്ളത്. അതിന് അപ്പച്ചമ്പാണ് ഞങ്ങളെടുക്കൽ, അപ്പച്ചമ്പാണ്. ഇഡ്ഡലി പാത്രമോ അങ്ങനെ എടുത്താലും മതി കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൻ്റെ കൂടെ ഒരു ഓട്ടപ്പാത്രം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മേലെ നമ്മളൊരു കിണ്ണം വെച്ച് കൊടുക്കുക. കിണ്ണോ ഡവറ ഇങ്ങനെ ഒരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുക. അടിയിൽ ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് അടിയിൽ പരന്ന് നിൽക്കാനും മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ നമ്മൾ ഈ ഒരു കീമ ഉണ്ടല്ലോ, ആ കീമ നമ്മളിങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളത് അടച്ച് വെച്ചിട്ട് അതിനൊന്ന് വേവിച്ചെടുക്കുക. അത് വെന്തതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യ് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ഈ ഒരു ബീഫ് ഇങ്ങനെ ചിതറി കൊടുക്കണം. എന്നിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ചിതറി കൊടുക്കുക. ഇങ്ങനെ ചിതറി കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ മാവ് നമ്മളിതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഒഴിക്കരുത്. ഇതാ ഇങ്ങനെ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അടച്ച് വെച്ചിട്ട് ഇതിനെ വേവിക്കണം. അങ്ങനെ വെന്ത് വന്നതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ മേലെ വീണ്ടും നെയ്യ് ഒഴിക്കുക. അപ്പോൾ ഇതിൽ കണ്ടല്ലോ നമ്മൾ കുറച്ച് മാവേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിനെ വീണ്ടും ഇത് വെന്ത് വരുമ്പോൾ നമ്മളതിൻ്റെ മേലെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതേ പ്രൊസീജിയർ തന്നെ ചെയ്യുക. നമ്മൾ വീണ്ടും ഈ ഒരു കീമ നമ്മളതിൻ്റെ മേലെ ഇങ്ങനെ ചിതറിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഈ ഒരു കിണ്ണം നിറയുന്നത് വരെ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലെയർ ഒന്ന് വെന്തതിന് ശേഷം വേണം അടുത്ത ലെയർ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കുകയല്ല, ഓരോ ലെയറും. അതാണ് ഇതിന് ചൊറപ്പത്തിരി എന്ന് വരാനുള്ള പേരും. അപ്പോൾ അങ്ങനെ നമ്മൾ അത് വെന്തതിന് ശേഷം ലാസ്റ്റും അത് നിറഞ്ഞിട്ട് വെന്തതിന് ശേഷം ഇതുപോലെ നിറഞ്ഞ് വെന്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ട് ഈ ഒരു രൂപത്തിലുണ്ടാകും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ ഒരു ചാനലിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസുകൾ കിട്ടും. ഓക്കെ.